വെൽക്കം ടു ഹാപ്പിനെസ്. ദിസ് ഇസ് മൈ മോട്ടോ ഫോർ ടുഡേ. നിങ്ങളോട് ആരെങ്കിലും ഹൗ ആർ യു ടുഡേ എന്ന് ചോദിക്കുമ്പോൾ ഐ എം ടയർഡ് അല്ലെങ്കിൽ ബോർഡ് എന്ന് പറയേണ്ടി വരികയാണെങ്കിൽ മനസ്സിലാക്കുക, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ടു പോസ് ആൻഡ് റീസെറ്റ്. ടയർഡ്നെസ് നിങ്ങളുടെ ന്യൂ നോർമൽ ആവുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മാത്രം മതി. ഇറ്റ് ക്യാൻ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ, സ്റ്റേയിങ് ആക്റ്റീവ്, റെസ്റ്റ്ഫുൾ സ്ലീപ്പ്, നറിഷിംഗ് യുവർ ബോഡി വിത്ത് ദ റൈറ്റ് ഫുഡ് ആൻഡ് ഡൂയിങ് സ്മോൾ സ്മോൾ തിങ്സ് ദാറ്റ് ബ്രിങ് യു ജോയ്. ഈ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇറ്റ് ക്യാൻ ബ്രിങ് ബാക്ക് യുവർ എനർജി. നൗ, ഇന്നത്തെ റെസിപ്പി. ഇന്ന് ഞാൻ പംകിൻ അഥവാ മത്തങ്ങ കൊണ്ടൊരു തോരന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മത്തങ്ങ അഥവാ പംകിൻ തോരൻ വെക്കുന്നതിനായി ഞാനൊരു ഏകദേശം 200 ഗ്രാം മത്തങ്ങ എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയിട്ട് ഇതുപോലെ ചെറിയ സ്ലൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ ജീരകം, ഒരൽപ്പം കറിവേപ്പില, ഒരു വെളുത്തുള്ളി, 3 പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് വളരെ ഫൈൻ പേസ്റ്റ് അല്ലാതെ കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഇരിക്കണം തോരന് വേണ്ടി അരച്ച അരപ്പ്. ഇതേ കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം. ഇത് അരച്ച് മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കഴുകി വെച്ചിരിക്കുന്ന മത്തങ്ങ പീസസ് അതിനകത്തിടുക. അതിൽ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. ഉപ്പും ചേർത്തിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം 5 മിനിറ്റ് ആയപ്പോൾ മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 കപ്പ് വെള്ളം തന്നെ ആവശ്യമില്ല. പെട്ടെന്ന് വേവുന്ന മത്തങ്ങ ആയതുകൊണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാലും മതിയാവും. വെന്ത് കഴിയുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ട് നന്നായി ഇളക്കി ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കുക. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി ഓപ്പണാക്കി വെക്കുക. അടച്ചു വെച്ചാൽ അത് വീണ്ടും സോഗി ആയി പോകും. അതുകൊണ്ട് നന്നായി ഇളക്കിയിട്ട് ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിരുന്നതാണ്. മത്തങ്ങ തോരൻ റെഡി. സാധാരണ തോരൻ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസിൽ നിന്നും എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയയാണ് ഈ പംകിൻ തോരൻ. ഇതും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ചോറിന്റെ കൂടെ മാത്രമല്ല, കുറച്ച് സോഗി ആയതുകൊണ്ട് ചപ്പാത്തിയുടെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഡു ട്രൈ ഇറ്റ്. I'll be back with another video. Till then, see you. Bye.